ഹരേ കൃഷ്ണ. അധ്യാത്മരാമായണത്തിലെ പുത്രകാമേഷ്ടി എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. അതിൻ്റെ കഥാസാരമാണ് ഞാൻ പറയുന്നത്. ദശരഥ മഹാരാജാവിൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥ മഹാരാജാവ് വിഭാണ്ഡപുത്രനായ ഋഷ്യശൃംഖനെ വരുത്തി. സരയൂ തീരത്ത് യാഗശാല തീർത്ത് അശ്വമേധയാഗത്തിന് മഹർഷിമാരുമായി ലോകനാഥനായ ദശരഥ മഹാരാജാവ് മഹാവിഷ്ണുവിൻ്റെ അവതാരമെടുക്കുന്നതിനു വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശൃംഖനാൽ പുത്രകാമേഷ്ടിയുടെ ചടങ്ങുകൾ നടത്തപ്പെട്ടു. അപ്പോൾ ആഹൂതിയാൽ വിശ്വദേവന്മാർ തൃപ്തരായി. ഹോമകുണ്ഡത്തിൽ നിന്നും സ്വർണപാത്രത്തിൽ പാൽപായസത്തോട് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ പറഞ്ഞു, പുത്രനുണ്ടാകുവാൻ പ്രയോജനപ്പെടുന്നതും അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കിയതായ ഈ പായസം സ്വീകരിച്ചു കൊള്ളുക. ഇത് ദേവനിർമ്മിതമാണ്. അത് രാജാവിന് നൽകി അഗ്നിദേവൻ അപ്രത്യക്ഷനായി. താപസന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് രാജാവ് അത് സ്വീകരിച്ചു. ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ചിട്ട് ഭക്തിയോടുകൂടി ദശരഥ മഹാരാജാവ് സന്തോഷപൂർവ്വം പകുതി കൗസല്യാദേവിക്ക് കൊടുത്തു, പകുതി കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ കൗസല്യാദേവി മടിക്കാതെ അതിൽ നിന്നും പകുതി സുമിത്രയ്ക്ക് നൽകി. ഇത് കണ്ട് കൈകേയിക്കും തൻ്റെ ആ പകുതി സുമിത്രയ്ക്ക് നൽകി. അത് കണ്ട് മഹാരാജാവിന് വളരെയേറെ സന്തോഷം തോന്നി. അങ്ങനെ പ്രജകൾക്ക് സന്തോഷം വരുമാറ് 3 പേരും ഗർഭം ധരിച്ചു. ദശരഥ മഹാരാജാവ് ബ്രാഹ്മണ ശ്രേഷ്ഠരെ വരുത്തി ഗർഭരക്ഷ ഉപദേശിച്ച് ജപം, ഹോമം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യിച്ചു. പത്നികൾക്ക് അനുക്രമം ഗർഭലക്ഷണങ്ങൾ കാണുകയാൽ രാജാവിന് വളരെയേറെ സന്തോഷമുണ്ടായി. ഇതിൻ്റെ പാരായണമാണ് ഇനി ഞാൻ ചൊല്ലുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. തന്നുടെ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാല് വിശ്വദേവനാഗണോ തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താപകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും.
ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ഭാഗത്തിൽ.